പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ നാം ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 4:7. അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. തുടർന്ന് പറയാണ്, നീ അതിനെ കീഴടക്കണം. ഇത് ശരിക്ക് കായേന് നൽകുന്ന ഒരു ഉപദേശമാണ്. കായേൻ ആബേൽ നമുക്കറിയാം അല്ലെ. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ല. എന്താണ്? അതായത് ദൈവം നൽകുന്ന നല്ല പ്രചോദനങ്ങൾക്കനുസരിച്ചൊരു ജീവിതം. ഞാനിത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഈ വചനം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഞങ്ങളുടെ മൈനസിനായിരുന്ന സമയത്ത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിയുണ്ട്. ഒരു 3/4 മണിക്കൂർ വർക്ക്, മാനുവൽ വർക്ക് ഉണ്ടായിരിക്കും. എന്തെങ്കിലും പുല്ല്, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണ് മാറ്റിയിടുക, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കളിയാണ്. അപ്പോൾ ഞാനൊക്കെ ബാസ്ക്കറ്റ് ബോളാണ് കളിക്കുക. ബാസ്ക്കറ്റ് പന്ത് ഇങ്ങനെ മുകളിൽ കയറിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം നമ്മൾ മടുത്ത് 3/4 മണിക്കൂർ എന്ന് പറഞ്ഞ് ഊട്ടി നമ്മൾ തവിട് പൊടിയാവും. അങ്ങനെ ഒരു 10:30 എടുക്കും. പക്ഷേ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. 5:30 കഴിഞ്ഞ് 5:45 കൂടി പള്ളിയിൽ വരും. അപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഉറക്കച്ചടവോട് കൂടിയായിരിക്കും ചിലപ്പോൾ മോർണിംഗിൽ ഞങ്ങൾ ചിലവഴിക്കുക. അപ്പോൾ ശരിക്കും ഒരു ദിവസം ഞങ്ങളോട് ഞങ്ങളുടെ ആത്മീയ പിതാവ്, അന്ന് ജോർജ് അച്ഛനാണ്, ജോർജ് എടക്കളത്തൂർ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രചോദനങ്ങൾ ഏതാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചാലാണ് നിങ്ങളുടെ ആത്മീയമായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ശരിക്കും ഒരു ഭയങ്കരമായൊരു ആഗ്രഹമായിരുന്നു മോർണിംഗിൽ വന്ന്. കാരണം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, അങ്ങനല്ലേ. അപ്പോൾ മോർണിംഗിൽ പ്രാർത്ഥന നന്നായില്ലെങ്കിൽ വൈകിട്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമില്ലാതെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മോർണിംഗിലെ പ്രയർ ശരിക്ക് ശക്തമാക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി. പ്രിയ സഹോദരങ്ങളെ, ആ കാലഘട്ടം തുടങ്ങി ശക്തമായൊരു മോർണിംഗിൽ പ്രയർ ആരംഭിച്ചു. ഈ പ്രഭാത പ്രാർത്ഥന ശരിക്കും വന്നപ്പോൾ പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലിസ്റ്റിലുള്ള പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. പ്രഭാത പ്രാർത്ഥന ശരിക്കും അവിടെ ശക്തമായിട്ട് ഉള്ളുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് തുടർന്ന് ബലിയർപ്പണങ്ങൾ അഭിഷേകമായി, ജപമാല പ്രാർത്ഥനകൾ അഭിഷേകമായി, ഭയങ്കരമായൊരു ആത്മീയ ഉണർവ് അച്ഛനെ ലഭിക്കാനായിട്ട് ഇടയായി. എനിക്ക് ഇന്നും അതെ പ്രഭാതത്തിലുള്ള പ്രഭാത പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മോർണിംഗിലെ പുലരിയിൽ നിദ്ര അതല്ല. അതായത് ശരിക്ക് ധ്യാനമുണ്ട്, അതിൽ ചിലപ്പോൾ ജപമാല ചെല്ലും, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയം ശരിക്കും പ്രഭാതത്തിൽ ആ പ്രാർത്ഥനയുണ്ടോ എന്തെന്നില്ലാത്തൊരു ബലം, പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാഖ്യാനച്ചൻ പറഞ്ഞു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകില്ല, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ ഈ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് പലപ്പോഴും എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉറങ്ങാനൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നീ അതിനെ കീഴടക്കണം. എങ്ങനെ? യേശുക്രിസ്തു നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു നാളും നമ്മൾ പ്രിയ സഹോദരങ്ങളെ സ്വസ്ഥത അനുഭവിക്കില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗം നൽകുന്ന പ്രചോദനങ്ങൾ സ്വീകരിച്ച് ഒരു കൃപയുടെ ജീവിതം നയിക്കാനായിട്ട് ഈശോ. കൃപയുടെ ജീവിതം നയിക്കുന്ന സമയം തന്നെ നമ്മുടെ പ്രതികൂലങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.